അങ്ങനെ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ പൂരക്കാഴ്ചകളിലേക്കും പൂര ആവേശത്തിലേക്ക് പോകാൻ. അതിനു മുമ്പ് നമ്മൾ പറയുമല്ലോ, ചില സിനിമകൾക്ക് മുമ്പായിട്ട് ഇറങ്ങുന്ന ടീസറുകൾ, കാണാൻ പോകുന്ന ടീസർ പോലെയാണ് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ്. അത് അല്പസമയത്തിനകമാണ് 7 മണിക്കാണ് ആദ്യ ഈ വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. സാമ്പിൾ വെടിക്കെട്ട് നമുക്കറിയാം, തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം ഈ വെടിക്കെട്ടിനെ തിരികൊളുത്തുന്നത്. തുടർന്ന് പാറമേക്കാവും തിരികൊളുത്തും. തൃശൂർ പൂരത്തിന്റെ ചമയ പ്രദർശനവും തുടരുകയാണ്. MS ലിഷോയ് ചേരുന്നുണ്ട് തൃശൂർ പൂര നഗരിയിൽ നിന്ന്. ലിഷോയ്, അവിടെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവത്തിന് എത്രത്തോളം ആളുകളുടെ തിരക്കുണ്ടാകും എന്നറിയാം. അതിന്റെ ഒരു പകുതിയിലധികം ആളുകളും ഇപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകും. എന്തായാലും സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് 7 മണിക്ക് നടക്കാനിരിക്കും. അത് കാണാനായി ഒരുപാട് ആളുകളുടെ ജനത്തിരക്ക് തന്നെ അവിടെ ഉണ്ടല്ലേ? തീർച്ചയായും സാമ്പിൾ വെടിക്കെട്ടിനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ തകൃതിയായി നടക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ആദ്യം തിരികൊളുത്തുക. അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഈ വെടിക്കെട്ട് വളരെ പതിയെ തുടങ്ങി പിന്നീട് ഓരോ ഘട്ടമായി ഉയർന്നുകൊണ്ട് അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. ആ കൂട്ടപ്പൊരിച്ചിൽ കാണാനായാണ് ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ആ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഗുണ്ടുകളെല്ലാം തന്നെ കുഴിയിൽ വെച്ച് അതിന് തിരിയിടുന്ന ഒരു നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ റവന്യൂ മന്ത്രി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ തുടങ്ങല്ലേ നമുക്ക്? ആദ്യം ഒരു സാമ്പിള് എന്ന് വെച്ചാൽ ലിഷോയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാം പ്രദർശിപ്പിക്കില്ല. തിരുവമ്പാടിയും പാറമേക്കാവും ഒരു ഇത്തിരി ഇന്ന് പ്രദർശിപ്പിക്കും. പക്ഷെ വെടിക്കെട്ട് അതിഗംഭീരമായിരിക്കും. സാധാരണത്തെക്കാൾ കൂടുതൽ ആള് കാണുന്നത് മാത്രമല്ല, സാധാരണത്തെക്കാൾ ഗംഭീരമാകാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പം തന്നെ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് തിരുവമ്പാടി തിരികൊളുത്തും. തിരുവമ്പാടി തിരികൊളുത്തി 7 മണിക്ക് ആരംഭിച്ചാൽ 7:45 എന്നൊക്കെ സമയം പറയുന്നുണ്ടെങ്കിലും 8 മണിക്ക് മുമ്പായി അപ്പുറത്ത് പാറമേക്കാവ് ആരംഭിക്കും. നമുക്ക് ഇന്നത്തെ സാമ്പിൾ ഈ 2 മണിക്കൂറിനുള്ളിൽ അതിഗംഭീരമായി വർണ്ണാഭമായി തന്നെ നടക്കും. നല്ല മഴയില്ലാത്ത അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ തവണത്തെ പ്രയാസങ്ങളും പേടികളുമില്ല. എന്ന് മാത്രമല്ല, ഇത്തവണ വെടിക്കെട്ടിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ആളുകൾ സ്വരാജ് റൗണ്ടിലൊക്കെ നിന്ന് കാണാൻ പറ്റുമെന്നറിഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് ഇതിനു വേണ്ടി ടിക്കറ്റ് എടുത്ത് യാത്ര തിരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാം, കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാം. പിന്നെ ഇത്തവണ വേറെ ഒരു പ്രയാസവും, സാധാരണ ഈ നേരമൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ, നമ്മളൊക്കെ എത്രയോ കൊല്ലമായിട്ട് ഇതിൻ്റെ സംഘാടകരും കാഴ്ചക്കാരും ഒക്കെ ആയിട്ട് ഇവിടെയുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഒന്നിനും ഇടയില്ലാത്ത വിധം ഒരു മനസ്സായി കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും, ഇന്ന് ഞങ്ങൾ ഘടകപൂരങ്ങളുടെ അടുത്തൊക്കെ പോയി 8 ഘടകപൂരങ്ങളും ജില്ലാ ഭരണകൂടവും പോലീസും വെൽ പ്രിപ്പയർഡാണ് നിലവിലുള്ള അവസ്ഥ. തീർച്ചയായും എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ വലിയ പ്രിപ്പറേഷനിലുമാണ്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഉണ്ട്, ഗിരീഷേട്ടുണ്ട്. ഗിരിയേട്ടാ, എന്താ സെറ്റപ്പ്? ഫുൾ സെറ്റപ്പിലാണ് പോണേ. സിനിമ ഡയലോഗ് അടിക്കുകയാണ്. ഗിരിയേട്ടൻ എന്തായാലും ഒപ്പുണ്ട്, രാജേട്ടൻ്റെ കൂടെ ഒപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഭംഗിയായിട്ട് ഇത്തവണത്തെ സാമ്പിള് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ തിരുതകൃതിയായിട്ടുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ജില്ലാ ഭരണകൂടം ഒപ്പം നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേരള റവന്യൂ മിനിസ്റ്റർ, അതേപോലെ തന്നെ ബിന്ദു മിനിസ്റ്ററും നമ്മുടെ കൂടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുകയാണ്. ഇതിൽ ഈ പൂരം വിജയിച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർക്കും ADM-നും വലിയൊരു സല്യൂട്ട് നമ്മളെല്ലാവരും തൃശ്ശൂർക്കാരെല്ലാവരും കൂടി കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായ അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി നടത്താൻ അവർ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണ്. നമ്മളിത് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ തേക്കുംകാട് മൈതാനിൽ വെടിക്കോപ്പുകളെല്ലാം ലോഡ് ചെയ്യുമ്പോഴും അത്രയും അധികം ആൾക്കാർ നമുക്കത് കാണാനും ആസ്വദിക്കാനും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു എന്താ പറയുക സാമ്പിൾ വെടിക്കെട്ടാണ് നടത്താൻ പോകുന്നത്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെടിക്കെട്ടാണ് നടക്കാൻ പോകുന്നത്. ആൾക്കാരും എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. കളക്ടറും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം വിലയിരുത്തലൊക്കെ ഏത് ഘട്ടത്തിലെത്തി? അതെ, നമ്മളെല്ലാം നോക്കി സേഫ് ആയിട്ടുള്ള രീതിക്ക് കൂടുതൽ ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും റെഡിയാണ്. പറഞ്ഞ പോലെ തന്നെ 7 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പാറമേക്കാവിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർഷത്തെ പൂരം പോകും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തകർക്കും, അടിപൊളിയാക്കും. ഇപ്രാവശ്യം എന്തായാലും തകർക്കും എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അതിനോടൊപ്പം തന്നെ ആവേശത്തിൽ തന്നെയാണ്.